ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു യൂട്യൂബ് ചാനലിൽ ഇത് മഴ സമയത്ത് ഷൂട്ട് ചെയ്യുന്ന കേട്ടോ. ഇത്ര ആൾക്കാരുണ്ടോ? കേൾവണ്ടിയാണ്. അപ്പം നമ്മളിപ്പം എന്താണ്ട് വയനാട്ടിലെ ഒരു ചെറിയ കയറ്റം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കുമ്പോൾ വളരെയധികം വ്യത്യാസം കാണുമായിരിക്കും. ആദ്യമേ തന്നെ വണ്ടി നമ്മുടെ ഹിമു നമ്മുടെ കൂടെ ഇല്ല, അവൻ ബാംഗ്ലൂർ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളൊരു സ്കൂട്ടർ റെൻറ്റിനെടുത്ത് കറങ്ങാനുള്ള പരിപാടിയുണ്ട്. ഒരു കല്യാണത്തിന് വേണ്ടി വന്നതാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ എല്ലാവരുമായിട്ട് ബസ്സിനകത്താണ് വന്നത്. അപ്പോൾ പക്ഷേ എന്തായാലും വീക്കെൻഡ് അല്ലേ, 2 ദിവസം ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. എൻ്റെ പൊന്നെ ഇത് ഓക്കെ. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒന്ന് നിർത്തിയിട്ട് ക്യാമറ എടുത്ത് വെച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. അതാണ് ഫസ്റ്റ് തിങ്. കാരണം ഹെൽമെറ്റ് പോലും എടുക്കാതാണ് ഞാൻ വന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയൊരു നോർമൽ ഹെൽമെറ്റിനകത്ത് മൈക്ക് വെച്ചേക്കുകയാണ്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വിൻ നോയ്സ് കാണും എന്നാണ് എൻ്റെ ഒരു ധാരണ. ഓക്കെ, അപ്പം ഈ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾ എന്തായാലും വിൻ നോയ്സൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, വേറെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. നമ്മൾ കുറച്ചധികം നല്ല സ്ഥലങ്ങൾ കാണുന്നുണ്ട്. അന്നേരം അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൂടെ തന്നെ കാണുക. ഇജാതി ഫോൺ. അപ്പോൾ കൂടെ തന്നെ കാണുക. നമുക്ക് ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ പയ്യെ പോകാം. ഓക്കെ, എടക്കൽ ഗുഹ 3 കിലോമീറ്റേഴ്സ്. എങ്ങോട്ടാണ്? എടക്കൽ കേവ്സ് ഇങ്ങോട്ടാണ്. ഓക്കെ, കട്ട് ചെയ്തോ. എന്നിട്ട് നമ്മൾ ഏകദേശം അടുത്ത് എത്താറായിട്ടുണ്ട്. ആ മലയൊക്കെ എനിക്കിങ്ങനെ കാണാൻ പറ്റും. ദൈവം, ഇതാണ് പാർക്കിങ്. പാർക്കിംഗ് ഏതാണ്? പാർക്കിംഗ് നമ്പർ 9. പക്ഷേ ഈ ടിക്കറ്റ് എനിക്കറിയില്ല. ചേട്ടാ, ഈ ടിക്കറ്റ് കൗണ്ടർ എവിടാ? ടിക്കറ്റ് കൗണ്ടർ 6 എൻ്റെ പൊന്നെ, ഇതെങ്ങനെ തേരി വലിച്ചു കയറ്റുന്നു? ആക്ടിവയ്ക്ക് ഇത്രയും പവറാ? എൻ്റെ പള്ളി. ഹിമുവിനകത്ത് പോകുമ്പോൾ നമ്മളിതൊന്നും അറിയാറില്ല. ഇപ്പം ഇതെല്ലാം അറിയുന്നുണ്ട്. അതിനകത്തോട് എടാ, ഇവിടെ ഓക്കെ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ പാർക്കിംഗ് ലോട്ടിലാണ് എത്തിയിരിക്കുന്നത്. ഒരു 1 കിലോമീറ്റർ വാക്ക് ഉണ്ട് ഇവിടെ നിന്ന്. സോ വി ക്യാൻ ഗോ. കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ഞാൻ അനന്തുവിലോട്ട് മൈക്ക് പാസ് ചെയ്യാണ്. നിങ്ങളുടെ സ്വന്തം അനന്തു. സത്യം പറഞ്ഞ് നടക്കാൻ വയ്യ കേട്ടോ. ഇച്ചിരി കയറിയതേ ഉള്ളൂ. നമ്മളിപ്പം നല്ല മഴക്കോള് നിൽപ്പുണ്ട്. മഴ പെയ്യുന്നതിന് മുമ്പ് കയറിയില്ലെങ്കിൽ കയറ്റം നടക്കൂല. നിൽക്കാതെ ഓടിവാ.
അയ്യോ വയ്യ. നിങ്ങൾക്ക് കയറ്റം കാണാമെന്നുണ്ടെങ്കിൽ അയ്യോ. ആ ഒരു ബിരിയാണി കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് ഒരുമാതിരി പൊന്ന പരിപാടി കേട്ടോ. എല്ലാവരും മഴയ്ക്ക് മുമ്പ് താഴോട്ടിറങ്ങി ഓടുകയാണ്. നമ്മൾ മഴയ്ക്ക് മുമ്പേ കയറിയിട്ടിറങ്ങാൻ നോക്കാനാണ്. എൻ്റെ ഓർമ്മയിൽ ഞാനിങ്ങനെ കയറിയതായിട്ടൊന്നുമില്ല കേട്ടോ. 10ാം ക്ലാസ്സിലെ ടൂറിനെ കണ്ട വന്നിട്ടുണ്ട്. എവിടെ കൂടെ വന്നവരെയൊന്നും കാണുന്നില്ല. നമ്മുടെ നെമ്മാടി കൗണ്ടർ ഫ്രണ്ട് വീഡിയോ ഒക്കെ എടുത്ത് പോകുന്നുണ്ട്. ഇരുന്നാ എടാ ബാ. അത് വേണ്ട, അവരോട് വന്നിട്ട് നമുക്ക് പോകാം. അപ്പോഴത്തെ നമുക്കൊന്ന് റിലാക്സ് ആവാം. ആരുടെ ഐഡിയ? ഞാൻ അന്നേരം പറഞ്ഞു നടന്നു. എൻ്റെ ഐഡിയ ആയി പോയി. സാമ്പിൾ ടിപ്സ് കുറച്ച് കിട്ടും. എന്താണ് നിങ്ങൾ? വാ വാ. ആ നിരപ്പായിട്ടുള്ള സ്ഥലം കണ്ട്. ഓക്കെ, 12D തിയേറ്ററാണ് ഇതിനകത്ത് സംഭവം. ഫ്രണ്ടിൽ പോയവരും കാണുന്നില്ല, ബാക്കിലുള്ളവരും കാണുന്നില്ല. നമ്മൾ എന്ന് പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് കാണുള്ളൂ. ട്രാവൽ വ്ലോഗ്സ് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. എവിടെയാണ് ഇത് നടന്നെത്തുന്നത് എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. പക്ഷെ നല്ല രീതിയിൽ മഴ അടച്ചു. മിക്കവാറും നമ്മൾ ഈ വ്ലോഗ് ഇവിടെ വെച്ച് നിർത്തേണ്ടി വരും. പക്ഷെ പേടിക്കണ്ട, ഇന്നത്തെ നാളത്തെയും കൂടെ ട്രാവൽ ചേർത്തിട്ടായിരിക്കും വിടുന്നത്. അപ്പം ബാക്കി ഇതിൻ്റെ കൂടെ തന്നെ വരുമായിരിക്കും. കയറി നിൽക്കാം. അതുകൊണ്ട് ഇതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ മഴയുടെ അവസ്ഥ. നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക. അയ്യോ ക്യാമറ. മിക്കവാറും ഞാൻ ഈ മൈക്ക് ഊരി മാറ്റും കേട്ടോ. കാരണം മൈക്ക് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് വാട്ടർ പ്രൂഫിങ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. മിക്കവാറും അന്നേരം ഞാൻ ചിലപ്പോൾ മൈക്ക് ഊരിയിട്ട് ക്യാമറയുടെ തന്നെ മൈക്കാകും. അപ്പോൾ ഇനിയും ഓഡിയോ ക്വാളിറ്റി ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ ഇവിടെ നിന്നൊക്കെ വെള്ളം വീഴുന്നുണ്ട്. നമ്മളങ്ങനെ കയറി നിന്നിടത്തുനിന്ന് മഴ ഒന്ന് ചെറുതായിട്ട് താന്നപ്പോഴത്തേക്ക് നമ്മൾ മുകളിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. കൂടെ ഉണ്ടായിരുന്ന പലരും ബാക്കിലോട്ട് പോയി. അപ്പം നമ്മൾ ജസ്റ്റ് ആ ടിക്കറ്റ് കൗണ്ടർ വരെയെങ്കിലും ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പയ്യെ കയറിക്കൊണ്ടിരിക്കുകയാണ്. 2 പേര് ടിക്കറ്റ് എടുത്ത് മുകളിലോട്ട് പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. അറിയില്ല, നോക്കാം എന്തായാലും. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു യൂട്യൂബ് ചാനലിൽ ഇത് മഴ സമയത്ത് ഷൂട്ട് ചെയ്യുന്ന കേട്ടോ. ഷെറ്റ്, എൻ്റെ ചെസ്റ്റ് മൗണ്ടിൻ്റെ പള്ളി അതിനിടയ്ക്ക് തെന്നിപ്പോയി. ഞാറപ്പഴം വീണ് കിടക്കുന്നുണ്ട് തറയിൽ മൊത്തം. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ, മൈക്കില്ലാത്തതുകൊണ്ട് ആയിരിക്കണം. നിൽക്കടാ പയ്യെ പോ.
നേരത്തെ പറഞ്ഞത് ചെറിയ തിരുത്തുണ്ട്. ഗുണാക്കേവ് ഇതൊന്നുമല്ല. ഏയ് അത് എൻ്റെയല്ലേ ഡിഫറെൻറ്റാണ്. ഓക്കെ, പറഞ്ഞോളൂ. നേരത്തെ പറഞ്ഞാലുള്ള തിരുത്ത് 10ാം ക്ലാസ്സിലല്ല 11ാം ക്ലാസ്സിലായിരുന്നു കേട്ടോ ടൂറ്. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഒരിക്കൽ. അത് 2012 ഇപ്പോൾ 12 വർഷമായി. എനിക്ക് ഓർമ്മ പോലുമില്ല. പക്ഷെ കുറേ കഥകളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് പാറയൊക്കെ തെന്നി കിടക്കുന്നത് റിസ്ക് ചെയ്തുകൊണ്ട് സെൽഫി സ്റ്റിക്കിൽ എടുപ്പ് നടക്കില്ല. അതുകൊണ്ടാണ് ചെസ്റ്റ് മൗണ്ടിലോട്ട് മാറ്റിയത്. ഒരു കുറച്ചും കൂടെ വ്യൂ കിട്ടാനായിട്ട് ഞാൻ ഫോണിലും കൂടെ എടുക്കുന്നുണ്ട്. അതും നിങ്ങളതേപ്പോൾ കാണിക്കാം. അപ്പാപ്പനൊക്കെ കൂളായിട്ട് കയറി പോകണം. നമ്മുടെ കൂടെ വന്ന പലരും പേടിച്ച് പിന്മാറിയിട്ടുണ്ട്. നമ്മളൊരു 4-5 പേര് മാത്രമേ ഇപ്പോൾ മുകളിലോട്ട് പോകുന്നുള്ളൂ. ഈ എപ്പിസോഡ് പുറത്ത് വരുന്നവരെ ഞാൻ ഇങ്ങനെയാണ് വീട്ടിൽ പോയെന്നുള്ള കാര്യം ഞാൻ വീട്ടിൽ പറയുന്നത് കേട്ടോ. എൻ്റെ പള്ളി ബൂട്ടിട്ടത് വലിയ കാര്യമായി. എല്ലാവരും എപ്പോഴേ തെന്നിപ്പോയനെ. സഞ്ജു റസിനിക്ക് എവിടാ? ഓക്കെ, നമ്മൾ കയറിയതിൻ്റെ പിറകെ അത് ക്ലോസ് ആയിട്ടുണ്ട്. അതാ സാറേ മേലോട്ട് പോട്ടെ കേട്ടോ. അവിടെ ഇപ്പോൾ ഫോട്ടോ എടുക്കാം, അവിടെ സ്ഥലമുണ്ട്. ഇവിടെ നിങ്ങൾ ഫോട്ടോ എടുത്ത് ഞാൻ അവിടെ കേവ് അടച്ചു, കാരണം മഴയോടാതെ അടച്ചു. മേലോട്ട് പോട്ടെ. മെയിൻ കേവ് മേലെയാണുള്ളത്. മെയിൻ കേവ് മേലെയാണ്, മേലെ പോകണം കേട്ടോ. പോട്ടെ. ഓക്കെ ഓക്കെ. എവിടെ നിന്നൊക്കെയാണ് വെള്ളം വരുന്നത്? ഞാൻ ഈ ഇടയ്ക്ക് അറിഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ കേവിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളം നമ്മൾ വിചാരിക്കുന്ന അത്രയ്ക്ക് നീറ്റല്ല. കാരണം മിനറൽസിൻ്റെ പലതരം മിനറൽസിൻ്റെ ഒരു കോമ്പോസ്റ്റ്. നമ്മൾ സാധാരണ വിചാരിക്കുന്ന പാറയിൽ നിന്നൊക്കെ ഒലിച്ചു വരുന്നത് നല്ല വെള്ളമാണെന്നല്ലേ.
നല്ല മഴ. ലെൻസ് നനഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കണേ, ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുത്തു നോക്കാം. മുപ്പത് മീറ്ററും കൂടെ മുകളിലോട്ടുള്ളതെന്നാണ് പറയുന്നത്. ഒരു 30 മീറ്റർ ഉണ്ട് കേട്ടോ. ഞാൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പല സ്പെഷ്യൽ കണ്ടൻറ്റും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലായിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ പൊന്നെ, ഇതുവരെ തീർന്നില്ലേ? നമ്മുടെ കൊല്ലത്ത് നമ്മൾ ഇതാണ് പറഞ്ഞ് പോയത് കുടുക്കത്ത് പറയിലായിരുന്നു. അത് പക്ഷേ കുറച്ച് വർഷങ്ങളായി. അതെ, അവന്മാർ കയറിയെന്ന് പറഞ്ഞാൽ ഉള്ളത് തന്നെ. ഇറങ്ങിയത് നമ്മൾ കണ്ടില്ലല്ലോ. നിങ്ങൾ മേലോട്ട് കയറുന്നുണ്ടോ? കയറാനുള്ളവരാണോ? നമ്മൾ മൊത്തം നനഞ്ഞല്ലോടാ. നിൽക്കടാ. ചേട്ടി കയറി വരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പറ്റാത്തോണ്ടാ. നമ്മളങ്ങനെ മെയിൻ ഗെയിമിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇനി താഴോട്ട് ഇറങ്ങണം. അയ്യോ, ഇവിടെ ഇനി ഇത്ര ആൾക്കാരുണ്ടോ?
എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് ഗുണ കേവ് കവർ ചെയ്തതിൻ്റെ 5 ഇരട്ടി എക്സ്പീരിയൻസ് ഇപ്പോൾ ഇതിനകത്തുണ്ട്. അവരുടെ അഡ്വഞ്ചർ ഫീല് ഭയങ്കര സ്ലിപ്പറിയാണ്. ഭയങ്കര പാടാണ്. ഓക്കെ, ഇവിടെ നമുക്ക് വളരെ വേഗമായിട്ട് നമ്മുടെ കേവ് പെയിൻറ്റിങ്സ് ഒക്കെ കാണാം. ഞാൻ പയ്യെ ഫോണിനകത്ത് എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. എത്രത്തോളം ക്ലിയർ ആണെന്ന് പറഞ്ഞിവിടെ. കേവിനുള്ളിൽ ഭയങ്കരമായിട്ട് ലൈറ്റ് കുറവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു ഇതായിട്ട് കാണാൻ പറ്റും. ആൻഡ് ഇവിടെയൊക്കെ ഓരോന്നിങ്ങനെ കാണാൻ പറ്റും. ഇത് ഫുള്ള് ഇങ്ങനെ തന്നെയാണ്. എല്ലാവരും ഓൾറെഡി നനഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഉണ്ടോ ഒരു വന്യമൃഗമാണിത്. അവിടെ ടെമ്പിൾ ഡാൻസ് ഒരാളിങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു ഓരോ കാര്യങ്ങൾ. നമ്മുടെ കൂടെ ഒരാൾ വന്നിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് അപ്പുറത്ത് നിൽപ്പുണ്ട്. നമുക്ക് പയ്യെ നോക്കാം. ഓ, അവിടെ എന്തോ മേജറായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഉണ്ടോ? ആ ഹലോ എടി, ഇതാ ഇറങ്ങി വന്നോണ്ടിരിക്കുക. ആ അയ്യപ്പ, അവിടത്തോട്ട് അതുകൊണ്ട് ഇനി അവിടത്തോട്ട് നമുക്ക് എൻട്രി ഇല്ല. അവിടോട്ട് എന്തൊക്കെയുണ്ട്. ഇതാണ് മുകളിലോട്ട് ഇങ്ങനെ. മഴ പെയ്യുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞ റെസ്ട്രിക്റ്റഡ് ഏരിയ. അവിടെ ഒരു ഗ്രില്ല് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ. താഴോട്ട് നല്ല അടിപൊളി കുഴിയാണ് കേട്ടോ. നമ്മുടെ ഗുണാക്കേ പറ്റി അത്രയില്ല, പക്ഷെ എന്തായാലും ഉണ്ട്. നല്ല രീതിയിൽ താഴോട്ടുണ്ട്. ಗೊತ್ತಿಲ್ಲ. വാ, ഇതുവഴിയല്ലേ വന്നത്. അപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഇത് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ എടുത്തോണ്ട് ഇത് ഓക്കെ. വാ, ശ്രമിടാം. യെസ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, നമ്മളിന്നൊരു സ്ഥലം കൂടെ കവർ ചെയ്യുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഈ മഴയത്ത് ഇന്നിപ്പോൾ അത് നടക്കില്ലെന്നറിയാം. ഇവിടെ നമ്മൾ പയ്യെ ഈ എപ്പിസോഡ് വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ ഇനി ഒരു സ്ഥലം കൂടെ ഉണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് ഒരു എപ്പിസോഡ് ചെയ്യാം. കാരണം ഇതാകെ കുളമായിട്ടുണ്ട്. ഓക്കെ, അപ്പം
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, പിന്നെ കുറച്ചധികം റീൽസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉള്ളവർ അവിടെ എന്നെ ഫോളോ ചെയ്യാനും മറക്കണ്ട. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ റൈറ്റ്. അപ്പം ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്ത എപ്പിസോഡ് വരേക്കും ദിസ് ഇസ് KL വണ്ടി സൈനിങ് ഓഫ്. ബൈ. എന്നെ കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ താഴോട്ടെല്ലാം എല്ലാത്തിൻ്റെ വായിരിക്കുന്ന കേൾക്കാലോ. പയ്യെന്നാ മതി. എക്സിറ്റ് വല്ല റോപ്പ് ഒക്കെ ഇട്ട് തന്നൂടായിരുന്നു. വാടാ, പയ്യെ വാ. ഇവിടെ മാർബിൾ നല്ല അനക്കമുണ്ട് കേട്ടോ. മാർബിൾ നല്ല അനക്കമുണ്ട്, പൊട്ടിയിട്ടും ഇരിപ്പുണ്ട്. എനിക്ക് ഓർമ്മയില്ല ഇങ്ങനെ സ്റ്റെപ്പ്. മണ്ണന്മാരെങ്കിൽ ഇട്ടപ്പം കുറച്ച് മിനുസം ഇല്ലാത്ത ഇട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. Oof.